വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ദ അമേസിംഗ് വേൾഡ് ഓഫ് സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻസ് പറഞ്ഞ അടിപൊളി ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഭയങ്കര ക്ഷീണം വരും അല്ലെ. പല സമയത്തും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യും. നമുക്ക് ഭയങ്കര ക്ഷീണം വരും, ഫെറ്റീഗ് ആയിരിക്കും. അതേപോലെ തന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ അത് എഫക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ആ ടയേർഡൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് പോയ്സണോ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിപ്പോ അല്ലെ. കാര്യമായിട്ട് നമ്മൾ ഫുഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളമൊന്നും നന്നായിട്ട് കുടിക്കാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ബോഡി ഓട്ടോമാറ്റിക്കലി എന്താണ്, വാട്ടറിന്റെ ലെവൽ കുറയുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റ് ആയി പോകും. അപ്പൊ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു സാധനമാണ് ORS ഇല്ലേ. നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം അല്ലേ ORS എന്ന് പറയുമ്പോൾ. എന്താണ്, നമുക്ക് എന്താ പറയാ, കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനർജി പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ബോഡിയിലോട്ട് എന്ത് ചെയ്യും, ആ ടയർഡ്നെസ് ഒക്കെ പോയിട്ട് കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആയിട്ട് മാറും. അപ്പൊ എന്താണ് ഈ ORSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ORSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെ. അറ്റ് സം ടൈം ഇൻ യുവർ ലൈഫ്. അപ്പൊ ORS നിങ്ങൾ കുറച്ചെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ORS ഈസ് യൂസ് ടു ട്രീറ്റ് ഡീഹൈഡ്രേഷൻ ബൈ കീപ്പിംഗ് യുവർ ബോഡി ഹൈഡ്രേറ്റഡ് അല്ലെ. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ORS കുടിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡസ് ഇറ്റ് ഈസ് നോട്ട് ടേസ്റ്റ് സോൾട്ട് ഇൻ വൺ സിപ്പ് ആൻഡ് സ്വീറ്റ് ഇൻ അനദർ? നമ്മൾ കുടിച്ചു നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്തോ ഒരു ഫീല് വരുന്നുണ്ട്, എന്തോ ഒരു ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് സോൾട്ടോ സ്വീറ്റോ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? സാധാരണ നമ്മളത് കുടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഫീല് വരണം അല്ലെ. ഇത് പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരുവത്തിലാണ് നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുക. നിങ്ങൾ കുടിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റ്. അപ്പൊ എന്തുകൊണ്ട് അതിൽ സ്വീറ്റും സോൾട്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റാത്തത്? എന്തായിരിക്കും സംഭവം? സംഭവം സിമ്പിൾ ആണ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഡിസോൾവ് ചെയ്തത് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അല്ലെ. എന്ന് വെച്ചാൽ ദിസ് ഇസ് ബിക്കോസ് വെൻ യു ആഡ് ഷുഗർ ആൻഡ് സോൾട്ട് ടു വാട്ടർ ദേ ഫോം എ മിക്സ്ചർ ഇൻ വിച്ച് ദ കമ്പോണന്റ് ആർ ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്. കംപ്ലീറ്റ് ആയിട്ടും എല്ലായിടത്തോട്ടും എത്തിക്കോട്ടെ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെറ്റ് ആക്കിയതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത് അല്ലെ. സ്വീറ്റോ സോൾട്ടോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. സോ ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മിക്സ്ചറിനെ നമുക്ക് എന്ത് പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റും എന്നറിയോ? ഇത് നമുക്കൊരു യൂണിഫോം മിക്സ്ചർ അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുന്ന കോമ്പോസിഷൻ ആണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും. എന്താ യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളൊരു വാട്ടറിനകത്തോട്ട് നമ്മൾ സോൾട്ട് ഇട്ടു, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ. അപ്പൊ എങ്ങനെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുക? ലെമൺ എടുത്ത് സ്ക്വീസ് ചെയ്തു, അതിനകത്ത് വാട്ടർ ഒഴിച്ചു, അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഷുഗർ ഇടും അല്ലെങ്കിൽ നിങ്ങൾ സോൾട്ട് ഇടും. എന്തായാലും അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കുടിച്ചാലും നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള സ്വീറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ സ്വീറ്റ് ആണ് ഇട്ടതെന്നുണ്ടെങ്കിൽ, ഷുഗർ ആണ് ഇട്ടെങ്കിൽ സ്വീറ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യില്ലടാ. അതെന്തുകൊണ്ടാ? എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു യൂണിഫോം കോമ്പോസിഷൻ ആണോ ചോദിച്ചാൽ നിങ്ങൾക്ക് യെസ് എന്ന് പറയാം. വാട്ടറിനകത്ത് സോൾട്ടോ ഷുഗറോ എന്തിട്ടാലും നമുക്കതിനെ കറക്റ്റ് ആയിട്ടത് എന്ത് ചെയ്യണം, ലെവൽ ചെയ്യണം അല്ലെ. സ്പൂണൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്ത സാധനത്തിന് നമുക്ക് യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇത് നമ്മുടെ എന്താണ്, ഒരു സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ എന്തെടുത്താലും കുഴപ്പമില്ല. ഇവന്മാരൊക്കെ എന്താണ്, കറക്റ്റ് ആയിട്ട് ഇവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അതൊരു യൂണിഫോം മിക്സ്ചർ ആണ് അല്ലെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അതേ സമയത്ത് ഞാൻ കുറച്ച് ചോക്കും അതേപോലെ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ കുറച്ച് സാൻഡും അതിനകത്തോട്ട് വെള്ളം കൂടെ മിക്സ് ചെയ്യാൻ വെച്ചോ. ഇനി അതില്ലെങ്കിൽ പോലും എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പൊ സോയിലോ അല്ലെങ്കിൽ സോഡസ്റ്റോ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വെയിറ്റ് ചെയ്യണം. ഇതെല്ലാ ഭാഗത്തോട്ടും ഒരേപോലെയാണ് പോകുന്നത്. ഇപ്പൊ സോൾട്ട് ഡിസോൾവ് ചെയ്താൽ നമുക്ക് അപ്പിയർ ചെയ്യില്ല അല്ലെ, കാണില്ലല്ലോ. പിന്നെ സോൾട്ട് എവിടെയാന്ന് പോലും നമുക്ക് അറിയില്ല, അത് അതിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിപ്പോയി. എന്നാൽ അതേപോലെ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നാൽ നടക്കുവോ? ഇല്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ സോയിലിന്റെ കുറച്ച് ഭാഗം കിട്ടും, ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ സ്റ്റോൺ കിട്ടും, ഇവിടെ നോക്കിയാൽ ഡസ്റ്റ് കിട്ടും. അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ഇവിടെയും പറഞ്ഞ ഒരു അവിയല് പരുവത്തിലാണ് ഇവന്മാര് കിടക്കുന്നത് അല്ലെ. സോ വാട്ട് ഹാപ്പൻസ് വെൻ ചോക്ക് പൗഡർ ഇസ് മിക്സ്ഡ് വിത്ത് വാട്ടർ? ഡസ് ഇറ്റ്
ഫോം എ യൂണിഫോം മിക്സ്ചർ. അങ്ങനെയാണെങ്കിൽ അതൊരു യൂണിഫോം മിക്സ്ചർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമോ? മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ വന്ന് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു, എവിടെയും നമുക്ക് ഷുഗറിനെ കാണാൻ പറ്റുന്നില്ല, സോൾട്ടിനെ കാണാൻ പറ്റുന്നില്ലാത്ത പോലെയാണോ ഇതില്? അല്ല. പലതും പല സ്ഥലത്ത് മാറി മാറി ഇങ്ങനെ മിക്സ് ആവാത്ത രീതി കിടക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ പറയും ഇവൻ ഒരു നോൺ യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ നോൺ യൂണിഫോം മിക്സ്ചർ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഒരു ഷുഗർ എടുത്ത് നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് homogeneous mixture. അല്ലടാ, when sugar dissolved in water uniformly distributed throughout the solution forming homogeneous mixture. എല്ലാം അവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കുന്നവനാണ് homogeneous mixture അല്ലെ. This means that every drop of the solution has the same property and uniform composition അത് കാണിക്കുന്നു. ക്ലിയർ അല്ലടാ? അപ്പൊ വെൻ സോൾട്ടോ ഷുഗറോ എന്തോ വാട്ടറിൽ മിക്സ് ചെയ്താലും അവന്മാർ യൂണിഫോം കോമ്പോസിഷൻ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് ചോക്ക് പൗഡറോ സാൻഡോ സോഡസ്റ്റോ ആണ് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അത് ഇതേപോലെ കാണിക്കില്ല, അത് നോൺ യൂണിഫോം മിക്സ്ചേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഹോമോജീനിയസ് മിക്സ്ചർ മീൻസ് യൂണിഫോം കോമ്പോസിഷൻ. നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. യൂണിഫോം കോമ്പോസിഷൻ അല്ലെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങൾ യൂണിഫോം ഇടുന്ന ആലോചിച്ചാൽ മതി. സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇടുന്ന എന്തിനാ? നിങ്ങൾ ഈ സ്കൂളിലാണ്, ഇന്ന ക്ലാസ്സിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതേപോലെയാണ് ഇവിടെ യൂണിഫോം കോമ്പോസിഷൻ വരുമ്പോൾ എല്ലാവരുടെയും ഒരേപോലെ ആയതുകൊണ്ട് ഹോമോജീനിയസ് എന്ന് നമ്മൾ വിളിച്ചു. മറ്റേത് ഹെട്രോജീനിയസ്. നിങ്ങൾ കളർ ഡ്രസ്സിലാണ്, ഇപ്പൊ ബുധനാഴ്ച നിങ്ങൾക്ക് കളർ ഡ്രസ് ആണ് വെനസ്ഡേ എന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഏത് സ്കൂളിലാണോ എവിടെയാണോ ആർക്കും കണ്ടാൽ പറയാൻ പറ്റില്ല. അപ്പൊ എന്താ, നിങ്ങൾ നോൺ യൂണിഫോം ആയി. യൂണിഫോം ഇല്ലാത്ത ദിവസം നോൺ യൂണിഫോം. അതേപോലെയാണ് നോൺ യൂണിഫോം മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ആളുകൾ, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഒരുപോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് heterogeneous mixture എന്ന് പറയാം. Ready? അപ്പോൾ the mixture that shows same property throughout is called homogeneous mixture. The mixture that show different property in different part ആണെങ്കിൽ അതിനെ നമ്മൾ heterogeneous mixtures എന്ന് പറയും. ഇനി എന്റെ മക്കളെ ഇതിന്റെ എക്സാമ്പിൾസോട് പഠിച്ചു വെച്ചാൽ കംപ്ലീറ്റ് സെറ്റ്. എന്താ ഹോമോജീനിയസിനുള്ള എക്സാമ്പിൾസ്? ഇഷ്ടം പോലെ. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, എയർ, വൈന്, കോഫി, ബ്രാസ്, ഈവൻ നമ്മുടെ ബ്ലഡ് അടക്കം ഹോമോജീനിയസാ. നമ്മുടെ ബ്ലഡ് നോക്കിയൊക്കെ എല്ലാം അവിടെ എവിടെ നിന്ന് നോക്കിയാലും അത് റെഡ് കളറിൽ ചുവന്ന ചോരയാച്ചാലേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഒരേപോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോമോജീനിയസിൽ കാണാൻ പറ്റും. എന്നാൽ ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ കേസിൽ വരുമ്പോഴോ നമ്മൾ കഴിക്കുന്ന മോസ്റ്റ്ലി ഏത് ഫുഡ് നോക്കിയാലും, ഇപ്പൊ പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് എന്ത് കഴിച്ചാലും, ഇപ്പൊ ഇവിടുന്ന് നിങ്ങളൊരു സാധനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വെജിറ്റബിൾസിന്റെ ടേസ്റ്റ്. ഇവിടുന്ന് ആകുമ്പോൾ ചിലപ്പോൾ ചീസ് ആയിരിക്കും, ഇവിടെ ആകുമ്പോൾ ബണ്ണായിരിക്കും. അപ്പൊ ഓരോരിടത്ത് ഓരോരോ ടേസ്റ്റ് അല്ലേ. ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് എടുത്ത് നോക്കുക. കുക്കീസിന് ഇവിടെ എടുക്കുമ്പോൾ ചോക്ലേറ്റ് കിട്ടും, ഇവിടെ എടുക്കുമ്പോൾ നട്ട്സ് കിട്ടും, ഇവിടെ എടുക്കുമ്പോൾ ബിസ്ക്കറ്റ് കടിക്കാൻ കിട്ടും. അപ്പൊ പലയിടത്തും പല പല ടേസ്റ്റ്, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം കാണിക്കുമ്പോൾ നോൺ യൂണിഫോം ആണെന്ന് പറയാൻ പറ്റും. സോഡ വിത്ത് ഐസ്, സാൻഡ്വിച്ച്, ടോസ്റ്റ്, സാലഡ്, അങ്ങനെ മോസ്റ്റ്ലി നമ്മൾ കഴിക്കുന്ന ഏതൊക്കെ സാധനങ്ങളുണ്ടോ അതിനകത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഹെട്രോജീനിയസ് മിക്സ്ചർ. സോ നമ്മൾ അടിപൊളിയായിട്ട് ഹോമോജീനിയസ് മിക്സ്ചറും പഠിച്ചു, ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഇത് ക്ലാസിഫൈ ചെയ്യാനുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പഠിച്ചു വെക്കുക. അപ്പൊ എന്റെ മക്കള് ഇപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ഇതേപോലെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് യോധ ബാച്ച് ഉള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 9ാം ക്ലാസ്സിലോട്ട് കടക്കാൻ വേണ്ടി പോവാണല്ലേ. 9ിലോട്ട് കിടക്കുമ്പോഴും ഇതേപോലെയുള്ള ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വന്നാലും ഒരു വിഷമം വേണ്ട. അതിനുവേണ്ടി നമ്മുടെ നിഞ്ച ബാച്ചും ഉണ്ട്. അപ്പൊ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കിട്ടും, നല്ല അടിപൊളി ക്ലാസ്സുകൾ ഇടായിരിക്കും. അപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിഞ്ച ബാച്ചിൽ അടിപൊളിയായിട്ട് അടുത്ത വർഷം ജോയിൻ ചെയ്യുക. ഈ വർഷം ഇതുവരെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക കേട്ടോ. സോ അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ വീണ്ടും മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ.